വേനൽ ചൂടിന് കാഠിന്യമേറുമ്പോൾ തണ്ണിമത്തൻ വാങ്ങാൻ വിപണിയിൽ ആവശ്യക്കാരേറെയാണ്. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് നാട്ടിൻപുറങ്ങളിൽ കൃഷി ചെയ്തെടുക്കുന്ന തണ്ണിമത്തന് ഗുണമേന്മയും ഏറെയാണ്. കുറിച്ചിത്താനത്ത് തുടർച്ചയായി 2ാം വർഷവും തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ബാബു ആളത്ത് ഇപ്പോൾ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. കടുത്ത വേനൽ ചൂടിന് അല്പം ആശ്വാസം പകരാൻ തണ്ണിമത്തൻ ആവശ്യക്കാരേറുമ്പോൾ തമിഴ്നാട്ടിൽ കൃഷി ചെയ്തെടുക്കുന്ന തണ്ണിമത്തനാണ് കേരളത്തിലെ വിപണികളിൽ സുലഭമാവുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലും തണ്ണിമത്തൻ കൃഷി വ്യാപകമായി തുടങ്ങി. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് തണ്ണിമത്തൻ കൃഷി നാട്ടിൻപുറങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. നാട്ടിൻപുറങ്ങളിലെ തണ്ണിമത്തന് ഗുണവും സ്വാദും അല്പം കൂടുകയും ചെയ്യും. കുറിച്ചിത്താനത്തെ യുവ കർഷകനായ ബാബു ആളത്ത് ഇത് 2ാം വർഷമാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. കുറിച്ചിത്താനം കരിപ്പടവത്ത് കാവിന് സമീപം കിരൺ ഇനത്തിലുള്ള തണ്ണിമത്തനാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വിളവെടുപ്പ് ആരംഭിച്ചതോടെ റോഡരികിലെ ബാബുവിൻ്റെ നാടൻ പച്ചക്കറികൾ വിൽക്കുന്ന കടയിൽ തണ്ണിമത്തൻ വാങ്ങാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ഇപ്പോൾ കിലോയ്ക്ക് 40 രൂപ നിരക്കിലാണ് സ്വാദിഷ്ടമായ കിരൺ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ വിൽക്കുന്നത്. തോട്ടത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന ഫ്രഷ് തണ്ണിമത്തൻ ആളുകളെ ഏറെ ആകർഷിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിളവ് കുറയുകയും കേടുകൾ വർദ്ധിക്കുകയും ചെയ്തത് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ മൂലമാണെന്ന് ബാബു പറയുന്നു. നമ്മുടെ തണ്ണിമത്തൻ കൃഷി കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ആരംഭിച്ചാണ്. ഈ വർഷം ഇത് 2ാം വർഷം ആരംഭിച്ച് അതിൻ്റെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കാലാവസ്ഥയിലുള്ള വ്യതിയാനം, ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ കേടും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈൽഡ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. പിന്നെ നാടൻ തണ്ണിമത്തനായതുകൊണ്ട് നമ്മൾ പരമാവധി ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു. പരമാവധി കീടനാശിനികൾ ഒഴിവാക്കി ഒക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇതിന് ആവശ്യക്കാർ വളരെ കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇത്തവണ കഴിഞ്ഞിട്ടില്ല. കാലാവസ്ഥയിലുള്ള കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ് കൂടുതൽ സ്ഥലത്ത് നമ്മൾ ചെയ്തതാണ്. എങ്കിൽ പോലും കാലാവസ്ഥയിലുള്ള ചൂട് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ തല മുരടിച്ച് വളർച്ച മുരടിച്ച് കേടായി പോകുന്ന ഒരവസ്ഥയാണ് ഈ വർഷം. അത് എനിക്ക് മാത്രമല്ല, ഈ വർഷം ചെയ്ത എല്ലാവർക്കും തന്നെ, എല്ലാവരോടും വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ മൊത്തത്തിലുള്ള ഉൽപ്പാദനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. പിന്നെ വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വില ഇത്തവണ കൂടുതലായിരുന്നു. ആദ്യമൊക്കെ കൂടുതലായിരുന്നു. ഇപ്പം കുറഞ്ഞ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു വിലയിലേക്ക് തന്നെ വന്ന് കിലോയ്ക്ക് 40 രൂപ എന്നുള്ള ഒരു വിലയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിനൊക്കെ അല്പം കുറവാണ്. ഇത് നമ്മൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഈ ഒരു വില എങ്കിലും കിട്ടിയെങ്കിലേ നമുക്ക് മുതലാകുകയുള്ളൂ. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കിരൺ എന്ന് പറയുന്ന ഏറ്റവും ഡിമാൻഡുള്ള ഒരു ടൈപ്പാണ്. മധുര കൂടുതൽ കരിമ്പച്ച കളറുള്ളത്, അകത്ത് ചുമല. ഇതിനെ സംബന്ധിച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾക്കാമ്പ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ മധുരവും കൂടുതലുണ്ട്. പിന്നെ ഒരു ആവറേജ് 4 കിലോ 5 കിലോ ആ ഒരു തൂക്കം വരുന്നതുകൊണ്ട് വീട്ടുകാർക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല ഇതായിരിക്കും. മറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേനും അത് 7-8 കിലോ 9 കിലോ 10 കിലോ ഒക്കെ വരുന്നതുകൊണ്ട് അത് പാർട്ടി ഉപയോഗത്തിനായിരിക്കും അത് കൂടുതലായിട്ട്. അത് തന്നെയല്ല, ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും അതിന് മധുരവും അല്പം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം 6 ടണ്ണോളം സാധനം ഉണ്ടായിരുന്നു ഒരു 50 സെൻറ്റിൽ നിന്ന്. അത് 5 ദിവസം കൊണ്ട് തന്നെ തീർന്നു പോയി. അത്രയേറെ ആവശ്യക്കാരുണ്ടായിരുന്നു. ഇത്തവണയും ആവശ്യക്കാർ കൂടുതലുണ്ട്. പക്ഷേ നമുക്ക് അതിന് അനുസരിച്ചുള്ള ഒരു ഉൽപ്പാദനം ഈ വർഷം നമുക്ക് കിട്ടിയിട്ടില്ല. കാലാവസ്ഥയിലുള്ള അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഇത്തവണ നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന തണ്ണിമത്തനേക്കാൾ ഗുണവും സ്വാദും ഏറുമെന്ന പ്രത്യേകതയാണ് ആൾക്കാരെ കൂടുതൽ ആകർഷിക്കുന്നത്. 60 സെൻറ്റ് സ്ഥലത്ത് 200ഓളം ചുവടുകൾ നട്ട് ജൈവ രീതിയിൽ പരിപാലിച്ച് വിളവെടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നവയേക്കാൾ ഗുണമേന്മയാണുള്ളത്. പച്ചക്കറിയും വാഴയുമെല്ലാം കൃഷി ചെയ്യുന്നതിനിടയിൽ തണ്ണിമത്തൻ വിളവെടുത്ത് സ്വന്തം കടയിലൂടെ വിൽപ്പന നടത്തുകയാണ് ബാബു. വേനൽച്ചൂട് കനക്കുമ്പോൾ വിളവെടുക്കുന്ന തണ്ണിമത്തനും 2 ദിവസം കൊണ്ട് ഇതിനെ വിറ്റഴിക്കാൻ കഴിയുന്നതായും ബാബു പറയുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.